മലയാളത്തിൽ നിന്ന് അന്യഭാഷയിലേക്ക് പോവുകയും അവിടെ വൻ ഫാൻ ബേസ് സൃഷ്ടിക്കുകയും ചെയ്ത താരമാണ് ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ നിന്ന് സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ദുൽഖർ ഇന്ന് സ്വന്തമായ സ്ഥാനം ഇൻഡസ്ട്രിയിൽ സൃഷ്ടിച്ചെടുത്തു. മലയാളികൾക്കൊപ്പം തമിഴ്, തെലുങ്ക് ഭാഷകളിൽ വലിയ സ്വീകാര്യതയാണ് ദുൽഖറിനുള്ളത്. 2 വർഷത്തോളമായി താരം മലയാളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. 2023 പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖർ നായകനെത്തിയ ഒരു മലയാള ചിത്രം ഉണ്ടായിട്ടില്ല. ഇതേസമയം താരം കേന്ദ്ര കഥാപാത്രമെത്തിയ 2 അന്യഭാഷാ സിനിമകൾ തിയേറ്ററിലെത്തി. ദുൽഖർ മലയാള സിനിമയ്ക്ക് തിരിച്ചുവരില്ലെന്ന് പലരും കരുതിയെങ്കിലും നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അയാം ഗെയിം എന്ന ചിത്രം താരം കമ്മിറ്റ് ചെയ്തിരുന്നു. മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നത് കുറച്ച് എന്ന സ്ഥിരം വിമർശനത്തോടൊപ്പം മറ്റൊരു വിമർശനവും ദുൽഖറിനെതിരെ ഉയർന്നിരിക്കുകയാണ്. ഇലക്ഷന് താരം തൻ്റെ വോട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ്. തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ദുൽഖർ തന്നെ ഈ വോട്ട് വിശേഷം പങ്കുവച്ചത്. ഇതോടെ മറ്റൊരു ചർച്ചയ്ക്ക് തുടക്കമായി. മലയാളത്തിലെ സിനിമകൾ കുറച്ച ദുൽഖർ ഇപ്പോൾ തൻ്റെ വോട്ടും കേരളത്തിൽ നിന്നും മാറ്റിയെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മൊത്തമായി അന്യഭാഷക്കാരനായി ദുൽഖർ മാറിയെന്നും ചിലർ കമന്റ് പങ്കുവച്ചു. കിങ് ഓഫ് കൊത്ത ഫ്ലോപ്പാക്കിയ മലയാളികൾക്ക് വോട്ടില്ല എന്ന ചിലർ സോഷ്യൽ മീഡിയയിൽ തമാശ രൂപേണ അഭിപ്രായം പങ്കുവച്ചു. എന്നാൽ ദുൽഖർ ഇത്തവണ മാത്രമാണ് തൻ്റെ വോട്ട് കേരളത്തിന് പുറത്താക്കിയതെന്നും മുമ്പ് കേരളത്തിൽ വോട്ട് ചെയ്തുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമയത്ത് ദുൽഖർ കേരളത്തിൽ തൻ്റെ വോട്ട് ചെയ്തതിൻ്റെ ഫോട്ടോകൾ ഇക്കൂട്ടർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ദുൽഖറിന് കേരളത്തോടുള്ള ഇഷ്ടം പോകില്ലെന്നും കമന്റുകൾ. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത അയാം ഗെയിം ഓണത്തിന് റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2 വർഷത്തിന് ശേഷം ദുൽഖറിൻ്റെ ഗംഭീര കംബാക്കായി അയാം ഗെയിം മാറുമെന്നാണ് ആരാധകർ കരുതുന്നത്. വൻ താരനിരയാണ് ചിത്രത്തിലാണ് അണിനിരക്കുന്നത്. ഓഗസ്റ്റ് 20 ചിത്രം തിയേറ്ററിലെത്തുന്നത്.